വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബാഴ്സ വേഴ്സസ് PSG മാച്ചിനെ കുറിച്ചാണ്. അപ്പം നമ്മളൊരു സമനില അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു മാർജിനിൽ ബാഴ്സ തോറ്റേക്കാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ടാണ് പൊതുവേ എല്ലാവരും വിചാരിക്കുന്നത്. കാരണം PSG ഭയങ്കര സ്ട്രോങ് ആണ്, അവരെ ഫോർട്ടിൽ വെച്ചിട്ടാണ് കളി നടക്കുന്നത്. അപ്പം അങ്ങനത്തെ അഡ്വാൻറ്റേജ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതേസമയം ബാഴ്സ ബിഗ് മാച്ചിലേക്ക് വരുമ്പോൾ പലപ്പോഴും സഫർ ചെയ്യുന്നതായിട്ടുള്ള കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിഫൻസിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ചില സമയത്ത് ബിഗ് മാച്ചിലേക്ക് വരുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും അപ്പുറം PSG ഒരുപാട് ഡെഡ്ലി ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. അവിടെ കിലിയൻ എംബാപ്പെ ഉണ്ട്, ഉസ്മാൻ ഡെംബലെ ഉണ്ട്, ബ്രാഡ്ലി ബർക്കോള ഉണ്ട്. അതുപോലെ തന്നെ നല്ല പേസി ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഗെയിം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ്, നല്ല കിടിലൻ ഡിഫൻഡേഴ്സ് ഉണ്ട്, ഒരു വമ്പൻ ഗോൾ കീപ്പർ ഉണ്ട്. അപ്പം ഇങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ അവിടെ ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു വിജയം എന്നുള്ളത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ ഒരു മാച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ലീഡ് എടുക്കുന്നത് റാഫീഞ്ഞാൻ്റെ ഗോളിലാണ്. അപ്പോൾ റാഫീഞ്ഞ ആ ഒരു ഗോൾ നേടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വെൽ കോർഡിനേറ്റഡ് ആയിട്ടുള്ള അറ്റാക്കാണ്. അതായത് ഡിഫൻസിൽ നിന്ന് പാവോ കുബാർസി എന്ന 17 വയസ്സുകാരനാണ് ഒരു കിടിലൻ ബോൾ അവിടെ ലെവൻഡോസ്കിയിലേക്ക് എത്തിക്കുന്നത്. ലെവൻഡോസ്കി സെൻറ്റർ ഓഫ് ദ പിച്ചിൽ നിന്ന് ആ ബോൾ എടുത്തിട്ട് അത് ക്യാരി ചെയ്ത് മുന്നോട്ട് വന്നിട്ട് അത് ലാമൈൻ യമാലിന് കൊടുക്കുകയാണ്. ലാമൈൻ യമാൽ അത് ബോക്സിലേക്ക് ക്രോസ് ചെയ്യുന്നു. അവിടെ ജിയാൻലൂയി ഡൊന്നറുമ്മ ഒരു ഡൈവ് ചെയ്തിട്ട് തട്ടാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ മൂപ്പരുടെ ആ ഒരു സേവ് അല്ലെങ്കിൽ മൂപ്പരുടെ ആ ഒരു ക്ലിയറൻസ് നടത്താൻ ശ്രമിച്ചത് പ്രോപ്പറായില്ല. നേരെ റഫീഞ്ഞയിലേക്കാണ് എത്തുന്നത്. റഫീഞ്ഞ അത് സ്കോർ ചെയ്തു. നല്ല ഗോളായിരുന്നു. അവിടെ നമ്മളുടെ ടീം വെൽ കോർഡിനേറ്റഡ് ആയിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം. അങ്ങനെ 1-0 നമ്മൾ ലീഡ് എടുത്തു. അതേസമയം PSG ഒരുപാട് അറ്റാക്സ് കാര്യങ്ങളൊക്കെ അവിടെ നിരന്തരം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഒസ്മാൻ ഡെംബലെ, അതുപോലെ ന്യൂനോ മെൻഡസ്, ഇവരൊക്കെ സൂപ്പർ കളിയായിരുന്നു. വിറ്റീഞ്ഞൊക്കെ നല്ല കളിയായിരുന്നു. ഓക്കെ, അപ്പം ഡെംബലിൻ്റെ സൈഡിലൂടെ കുറേ അറ്റാക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ പേടിച്ച പോലെ തന്നെ ഡെംബലെ സൂപ്പർ കളിയായിരുന്നു ഇന്നലെ. ഓക്കെ, അത് ക്സാബിയൻ്റെ മത്സരത്തിന് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ഡെംബലെ ഫാക്ടർ എത്രത്തോളം PSG അപ്ലിഫ്റ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അങ്ങനെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ പലപ്പോഴും എംബാപ്പെ ബോളെടുത്ത് മുന്നോട്ട് പോയിട്ട് ഒരു അറ്റാക്ക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ പലതവണ കണ്ടു. അതിൻ്റെ ഇടയിൽ ഷോട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും എക്സ്ട്രീം ഡേഞ്ചറസ് ആയിട്ടുള്ള തരത്തിലുള്ള ഷോട്ടുകൾ കാര്യങ്ങളൊന്നും രണ്ട് സൈഡിൽ നിന്നും പിന്നെ കുറച്ച് നേരത്തിന് വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ റാഫീഞ്ഞൻ്റെ ഒരു ഷോട്ട് ഡൊന്നറുമ്മ ഡൈവ് ചെയ്ത് സേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്ന സമയത്ത് 1-0 നമ്മൾ ലീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവലിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മുടെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് വരുന്ന സമയത്ത് ബാഴ്സയിൽ അവിടെ ക്രിസ്ത്യൻസൻ അല്ല, DM ആയിട്ട് ഫ്രാങ്ക് ഡിയോങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുണ്ടോനും അതുപോലെ തന്നെ റോബർട്ടോ ആണ് ആ ഒരു സെൻട്രൽ മിഡ്ഫീൽഡേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റോബർട്ടോ അത്ര നല്ല പെർഫോമൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ടോപ്പ് പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഡിഫൻസീവിൽ പലപ്പോഴും നല്ല രീതിക്ക് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. ചില ക്ലിയറൻസുകളൊക്കെ ഭയങ്കര ക്രൂഷ്യലായിരുന്നു. ഓക്കെ, അതുപോലെ ഫ്രാങ്ക് ഡിയോങ്ങിൻ്റെ കാര്യം പറയുമ്പോഴും ഡിയോങ് ഒരു ടിപ്പിക്കൽ ഡിയോങ് സ്റ്റൈലിൽ ഗെയിം ഡോമിനേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഡിഫൻസീവിൽ അദ്ദേഹത്തിൻ്റെ പല ഇടപെടലുകൾ അതൊക്കെ ക്രൂഷ്യലായിട്ട് തന്നെ മാറിയിട്ടുണ്ടെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് അവിടെ PSG സൈഡിൽ നിന്ന് എടുത്തു പറയേണ്ടതായിട്ടുള്ള ന്യൂനോ മെൻഡസിൻ്റെ ഒക്കെ തന്നെ പെർഫോമൻസ് ആയിരുന്നു. ഓക്കെ, ആൾ നമുക്കറിയാം ഭയങ്കര പേസിയാണ്, നല്ല ഡ്രിബിൾ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ അവർ നല്ല ഡേഞ്ചർ സിറ്റുവേഷൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലീ കങ്ങിനും അത്യാവശ്യം സൂപ്പർ പ്ലെയറാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ സെക്കൻഡ് ഹാഫ് നമുക്കറിയാം, സെക്കൻഡ് ഹാഫ് ഒരിക്കലും ഈസി ആവാൻ വേണ്ടി പോകുന്നില്ല. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി 5 മിനിറ്റിനകം 2 ഗോളാണ് നമ്മൾ കൺസീഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ആരാണ്? ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് ഡെംബലെയാണ്. അപ്പോൾ തന്നെ പകുതി ഡിപ്രഷനിലായി. ഓക്കെ, പിന്നെ ആ ഒരു ഗോൾ, പിന്നെ രണ്ടാമത്തെ ഗോൾ അടിക്കുന്നത് വിറ്റീഞ്ഞാണ്. വിറ്റീഞ്ഞക്ക് നല്ല ഒരു ബോൾ അവിടുന്ന് വന്നു. ആ ബോൾ ആരാ കൊടുത്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വിറ്റീഞ്ഞ ആ ബോൾ എടുക്കുന്നു, ഭയങ്കര ആക്യുറേറ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ഹാഫിൻ്റെ അവസാനം വരെ 1-0 പിന്നിൽ നിന്ന PSG 50 മിനിറ്റ് ആകുമ്പോഴേക്കും 2-1 മേലെ പോവാണ്. അപ്പോൾ അത് അവർക്ക് വല്ലാത്തൊരു ബൂസ്റ്റ് കൊടുത്തു, നല്ല രീതിക്കുള്ള ബൂസ്റ്റ് തന്നെ കൊടുത്തു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹോം ഗ്രൗണ്ടിലാണ് കളിക്കുന്നത്. ബാഴ്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, റൈവൽസ് തന്നെയാണ്. അപ്പം അതും പിന്നിൽ നിന്നിട്ട് 2-1 ലീഡ് എടുക്കുകയാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് അവർക്ക് അവിടെ അനുകൂലമായിട്ട് വന്നു. മെൻറ്റാലിറ്റിയൊക്കെ സ്വാഭാവികമായിട്ട് ഉയരും. പക്ഷേ പിന്നീട് എടുത്തു പറയേണ്ടതായിട്ടുള്ള സംഭവം, ബാഴ്സ മെൻ്റലി ഒട്ടും താഴോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ സെക്കൻഡ് ഹാഫിൻ്റെ ഫസ്റ്റത്തെ 5 മിനിറ്റ് നമ്മളൊന്ന് ഉറങ്ങിപ്പോയെങ്കിലും പിന്നീട് ബാഴ്സ മെൻ്റലി താഴോട്ട് പോയില്ല.
വീണ്ടും ഒരുപാട് അറ്റാക്സ് കാര്യങ്ങളൊക്കെ PSG കൊണ്ടുവരുന്നുണ്ട്. റൊണാൾഡോ അറാഹോൻ്റെ ഒരു കിഡിലൻ ടാക്കിളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ബർക്കോളയ്ക്കെതിരെ. അപ്പം നമ്മൾ ആ ഒരു മെൻറ്റാലിറ്റിയിൽ ഫൈറ്റ് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ 2-2 ആ ഒരു ഗോൾ അടിക്കുന്നത്. ആ 2-2 ഗോൾ എങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഒരു ഗോളിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് പെഡ്രിനെ കുറിച്ചാണ്. ക്സാവി പെഡ്രിനെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നു. 1 മിനിറ്റ് തികഞ്ഞിട്ടില്ല, അതിനു മുമ്പേ കിട്ടിലൻ അസിസ്റ്റാണ് അവിടെ പെഡ്രി കൊടുക്കുന്നത്. അതാണ് നമ്മൾ പെഡ്രിൻ്റെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, അതായത് ക്രിയേറ്റിവിറ്റിയിൽ പെഡ്രി എന്ന് പറയുന്നത് എപ്പോഴും ടോപ്പ് നോച്ചാണ്. അങ്ങനെ പെഡ്രി ആ ഒരു ബോൾ റിസീവ് ചെയ്യുന്നത്, എനിക്കൊന്ന് ഫസ്റ്റ് ടച്ച് എങ്ങാനും ആണ്, ആ ഒരു ബോൾ റിസീവ് ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ആ ഒരു പാസ് റാഫീഞ്ഞയ്ക്ക് കൊടുക്കുന്നത്. റാഫീഞ്ഞ ബോൾ നിലം കുത്തുന്നതിന് മുമ്പ് ഒരു കിടിലൻ വോളി അടിക്കുകയാണ്. അങ്ങനെ 2-2 മാച്ച് നീങ്ങുകയാണ്. ഇതാണ് പെഡ്രിനെ പോലുള്ള ഒരു പ്യുവർ ക്രിയേറ്റീവ് പ്ലെയർ ഗ്രൗണ്ടിലുണ്ടാകുമ്പോഴുള്ള മെച്ചെന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് 0-ൽ നിന്ന് ചാൻസസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ മാച്ച് 2-2 പോവാണ്. ഓക്കെ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ടുവന്ന് 2-1 പിന്നിൽ നിന്ന മാച്ച് നമ്മൾ 2-2 എത്തിച്ചു. ഇനി എന്ത് ചെയ്യും? മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടിനെ ക്സാവി കൊണ്ടുവരികയാണ്, ക്രിസ്ത്യൻസൻ. അങ്ങനെ ക്രിസ്ത്യൻസനെ കൊണ്ടുവന്ന ശേഷം കിട്ടിയ ഒരു കോർണർ കിക്ക് ഉണ്ടല്ലോ, ഗുണ്ടോനാണ് ആ കോർണർ കിക്ക് എടുക്കുന്നത്. ആ കോർണർ കിക്ക് ക്രിസ്ത്യൻസൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ചാടി നോക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ക്രിസ്ത്യൻസൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒരു ചാടിയാലും അത് കിട്ടൂല. കാരണം ഗുണ്ടോൻ അത് അളന്ന് മുറിച്ച് ക്രിസ്ത്യൻസന് വേണ്ടി സെറ്റ് ചെയ്ത സാധനമാണ്. അങ്ങനെ ക്രിസ്ത്യൻസൻ അത് ചാടി ഭയങ്കര വിദഗ്ധമായിട്ട് ഹെഡ് ചെയ്ത് പോസ്റ്റിലേക്ക് കയറ്റിയാണ്. അങ്ങനെ 3-2 ലീഡ് നമ്മൾ നേടിയെടുക്കുകയാണ്. PSG ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് 3-2 വിജയിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിന് അപാരമായിട്ടുള്ള മെൻ്റൽ സ്ട്രെങ്ത് വേണം. അവിടെ ഫാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ആറ്റ്മോസ്ഫിയറിനെ മറികടക്കാനുള്ള മെൻറ്റാലിറ്റി വേണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിലവിൽ ബാഴ്സയിൽ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോൾ മുതൽ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്സാവി ബാഴ്സ വിടും എന്നുള്ള ആ ഒരു ഡിസിഷൻ എടുത്തല്ലോ, അതിനുശേഷമാണ് ടീമിൽ ഇത്രയും വലിയൊരു എന്താ പറയുക, ടീം ഭയങ്കരമായിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് ഫൈറ്റ് ചെയ്യുന്ന പോലൊക്കെ നമുക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ടീമിൽ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ളത് മാച്ചിലെ പെർഫോമൻസുകളെ കുറിച്ചാണ്. PSG സൈഡിലേക്ക് നോക്കുമ്പോൾ ഡൊന്നറുമ്മിനെ സംബന്ധിച്ചിടത്തോളം ഓർത്തിരിക്കാൻ പറ്റിയ ഒരു മാച്ചല്ല. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കിലാണ് ഫസ്റ്റ് ഗോൾ പോയിട്ടുള്ളത്. അപ്പോൾ ദിവസം മോശമാവാൻ അത് മാത്രം മതി. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രാഡ്ലി ബർക്കോള അല്ല, നമ്മുടെ ലൂക്കാസ് ബെറാൾഡോ ഈ ഒരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ PSG എത്തിയിട്ടുള്ള പ്ലെയറാണ്. നല്ല സൂപ്പർ പ്ലെയറാണ്, ഒരു യങ് ടാലൻ്റാണ്. അപ്പോൾ ഒരു വലിയ കുഴപ്പമില്ലാതൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ മാർക്കിഞ്ഞോസാണ് അവർക്ക് വേണ്ടി റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൂക്കാസ് ഹെർണാണ്ടസ് ഉണ്ടായിരുന്നു, ന്യൂനോ മെൻഡസ് ഉണ്ടായിരുന്നു. ഡിഫൻസിൽ ഏറ്റവും സ്റ്റാൻഡൗട്ട് ആയിട്ടുള്ള പ്ലെയറായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ള ന്യൂനോ മെൻഡസ് ആണ്. പിന്നെ വിറ്റീഞ്ഞ എന്ന് പറയുന്ന പ്ലെയറും സൂപ്പറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ലീക്കാങ്ങിനൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. ഫാബിയാൻ റൂയിസിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോളിൽ നിന്നാണ് വിറ്റീഞ്ഞ അവിടെ സ്കോർ ചെയ്യുന്നത്, ആ ഒരു ഗോളൊക്കെ. ഫൈനൽ തേർഡിൽ ഏറ്റവും ഹൈപ്പർ ആക്റ്റീവായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഡെംബലെ ആയിരുന്നു. ഡെംബലെ നല്ല രീതിക്ക് ചാൻസസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പാസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1v1 സിറ്റുവേഷൻസിലും പലപ്പോഴും ഡെംബലെ എക്സൽ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫിലൊക്കെ. ഓക്കെ, പിന്നെ അവിടെ അസെൻസിയോ ഉണ്ടായിരുന്നു. കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഒന്നും കൊണ്ടുവരാൻ വേണ്ടി പറ്റിയിട്ടില്ല. എംബാപ്പയ്ക്കും കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. എംബാപ്പെ ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഫാക്ടർ. പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻസിലേക്ക് നോക്കുന്ന സമയത്ത് ബ്രാഡ്ലി ബർക്കോള സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ബർക്കോള വന്നതിന് ശേഷം അത്യാവശ്യം ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ബർക്കോള എന്ന് പറഞ്ഞാൽ ഭയങ്കര പേസി ആയിട്ടുള്ള, നല്ല രീതിക്ക് ഡ്രിബിൾ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്രിയേറ്റീവ് എബിലിറ്റി ഉള്ള പ്ലെയറാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചാൻസൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ ഭയങ്കര സൂപ്പറായിട്ട് തന്നെ നമ്മുടെ റൊണാൾഡോ അറാഹോ അത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ PSG കുറിച്ച് പറയുമ്പോഴേക്ക് അത്രയ്ക്കാണ് പറയാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിച്ചൊരു റിസൾട്ടല്ല ഒരിക്കലും കിട്ടിയിട്ടുള്ളത്. പിന്നെ അവിടെ ഡെംബലക്ക് നല്ലൊരു ചാൻസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഡെംബലക്ക് ഒരു 1v1 സിറ്റുവേഷൻ ഗോൾ കീപ്പറായിട്ട് കിട്ടുന്നു. ആൾ സൂപ്പറായിട്ട് തന്നെ ആ ഒരു ഷോട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ അത് ബാറ് തട്ടിയിട്ട് പുറത്തേക്ക് പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഡെംബലെ നല്ല സൂപ്പർ കളി തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വേണ്ടി പറ്റില്ല. ബാഴ്സനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഡിഫൻസ് എപ്പോഴും കാണുന്ന ഡിഫൻസ് തന്നെയാണ്. ക്യാൻസലോ ഉണ്ട്, അതുപോലെ ജോൾസ് കുണ്ട് ഉണ്ട്, റൊണാൾഡോ അറാഹോ ഉണ്ട്, കുബാർസിയോ ഉണ്ട്. പിന്നെ മിഡ്ഫീൽഡിലേക്ക് നോക്കുന്ന സമയത്ത് DM ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രാങ്കി ഡിയോങ് ആയിരുന്നു. അപ്പം ഈ ഒരു ബിഗ് മാച്ചിലേക്ക് വരുമ്പോൾ DM ആയിട്ട് കളിക്കുന്നത് പലപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. കാരണം അദ്ദേഹം നല്ല ഡിഫെൻസീവ്ലി നല്ല രീതിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും മൂപ്പർക്ക് ഡിഫെൻസീവ്ലി അത്ര സൂപ്പറായിട്ട് കളിക്കാൻ പറ്റാത്തത്
നമുക്ക് ഒരു കൺസേൺ ഉയർത്തുന്ന സംഭവം തന്നെയാണ്. പക്ഷേ ഇന്നലെ മൂപ്പര് ഡിഫൻസീവിൽ വലിയ തരക്കേടില്ലാതെ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺ ദ ബോളിലൊക്കെ അത്ര ബെസ്റ്റ് പെർഫോമൻസ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇഞ്ചുറിക്ക് ശേഷമാണ് ആൾ തിരിച്ചു വരുന്നത്. അപ്പോൾ ടിപ്പിക്കൽ ഡിയോങ് പെർഫോമൻസ് വേണമെന്ന് നമ്മൾ വാശി പിടിച്ചാൽ അത് നടക്കില്ല. പക്ഷേ വലിയ പരിക്ക് വരാത്ത കാര്യങ്ങൾ അവിടെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ മറ്റൊരു മിഡ്ഫീൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന റോബർട്ടോ അത്ര ടോപ്പ് പെർഫോമൻസ് ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഡിഫൻസീവ്ലി അവരുടെ ക്ലിയറൻസ് PSG-ക്കെതിരെ PSG-ൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് നമ്മൾ നടത്തുന്ന ഓരോ ടച്ചുകളും ക്രൂഷ്യലാണ്. ഓക്കെ, അതാണ് ഞാൻ അവർ ഡിഫൻസീവിൽ കുറച്ച് ഇടപെടൽ നടത്തിയപ്പോൾ തന്നെ ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, ആസ് എ ഫാൻ എന്നുള്ള നിലക്ക്. പിന്നെ മറ്റൊരു മിഡ്ഫീൽഡറായിട്ടുണ്ടായിരുന്ന ആരാണ്? ഗുണ്ടവൻ സൂപ്പറായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പം ഗുണ്ടവൻ ഈ ഒരു ഫൈനൽ തേർഡിലേക്കാണ്ട് റൺ ചെയ്ത് കയറുന്ന സമയത്ത് അത് PSG-ൻ്റെ ഡിഫൻഡേഴ്സിനെ വല്ലാണ്ട് പാനിക്കാക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം ഗുണ്ടോൻ എന്ന് പറയുന്നത് ആ ഒരു വർക്കിലെ മാസ്റ്ററാണ്. അതായത് മിഡ്ഫീൽഡിൽ നിന്ന് ഫൈനൽ തേർഡിലേക്ക് പോയിട്ട് അവിടെ ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ. അപ്പോൾ എസ്പെഷ്യലി ഇത്തരം ബിഗ് മാച്ചസിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും നമുക്ക് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ മൂപ്പര് നല്ല രീതിക്ക് തന്നെ കളിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഒരു മാച്ചിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസൻ്റെ ആ ഒരു ഗോളിന് അളന്ന് മുറിച്ച് അസിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫൈനൽ തേർഡിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ലാമിൻ യമാലും ആ ഒരു ട്രാൻസിഷൻ പ്ലേയിൽ എന്താ പറയുക, PSG-ൻ്റെ മിഡ്ഫീൽഡിനെ അങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് കയറുക എന്നുള്ള പണി പലപ്പോഴും ലാമിൻ യമാൽ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ലെവൻഡോസ്കിൻ്റെ കേസ് പറയുന്ന സമയത്ത് മൂപ്പര ലിങ്കപ്പ് പ്ലേ, ഇന്നലത്തെ പാസിങ്, ആ ഒരു ബിൽഡപ്പിൽ ഡീപ്പിലേക്ക് വന്നിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകളെല്ലാം ടോപ്പ് നോച്ചായിരുന്നു. ആളെപ്പോഴും നമ്മൾ സ്ട്രൈക്കിംഗ് സോണിൽ കാണുന്നില്ലെങ്കിൽ പോലും ഡീപ്പായിട്ട് വന്നിട്ട് മൂപ്പര് കളിനെ അങ്ങോട്ട് മുന്നോട്ട് ഡ്രൈവ് ചെയ്യായിരുന്നു. വൃത്തിക്ക് തന്നെ അദ്ദേഹം ആ ഒരു ജോബ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ആദ്യത്തെ ഗോൾ, ആ ഒരു റഫീഞ്ഞൻ്റെ ഗോളൊക്കെ. ഓക്കെ, പിന്നെ നമ്മൾ അപ്പുറത്തെ റഫീഞ്ഞനെ കുറിച്ച് പറയുമ്പോൾ ആ മനുഷ്യൻ 2 ഗോളാണ് അടിച്ചിട്ടുള്ളത്. റാഫിഞ്ഞ എന്ന പ്ലെയർ ബാഴ്സയിൽ വന്നിട്ട് എന്ത് ചെയ്യും, 1v1 സിറ്റുവേഷനിൽ മോശമാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം കളിച്ച 2 സീസണിലും, കഴിഞ്ഞ സീസണിലും ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സീസണിലും ടീമിന് വേണ്ട ഘട്ടത്തിൽ ഗോൾ ആൻഡ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ റാഫിഞ്ഞ എന്ന പ്ലെയറിന് പറ്റുന്നുണ്ട്. ശരിയാണ്, അത്ര പേസി ആയിട്ടുള്ള പ്ലെയറല്ല, അത്ര 1v1 സിറ്റുവേഷൻ എബിലിറ്റി ഉള്ള പ്ലെയറല്ല. പക്ഷേ ബാഴ്സലോണയ്ക്ക് വേണ്ടി പൊരുതാനുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ. അത് തന്നെയാണ് ആ ഒരു പ്ലെയർ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ നടത്തിയ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കിടിലനായിരുന്നു. നമ്മൾ ക്രിസ്ത്യൻസനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻസനെ കൊണ്ടുവരുന്നത് ഫ്രാങ്കി ഡിയോങ്ങിന് പിൻവലിച്ചിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ പെഡ്രീനെ കൊണ്ടുവരുന്നുണ്ട്, ഫെർമിൻ ലോപ്പസിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ വന്ന് കൃത്യമായി വർക്കായി. അതുപോലെ തന്നെ നമ്മൾ ജാവോ ഫെലിക്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം എസ്പെഷ്യലി മാച്ചിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ ആഞ്ഞടിക്കാനുള്ള ശ്രമം നമ്മൾ PSG-ൻ്റെ സൈഡിൽ നിന്ന് കാണും. അപ്പം അതിനെ നമുക്ക് ഒപ്പോസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് തിരിച്ചങ്ങോട്ട് അതേപോലെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു സമയത്ത് ആ ഒരു അറ്റാക്കിൻ്റെ പണി എടുത്തിട്ടുണ്ടായിരുന്നത് ജാവോ ഫെലിക്സ് ആയിരുന്നു. ഓക്കെ, അങ്ങനെ മൂപ്പര് നടത്തിയിട്ടുള്ള പല അറ്റാക്കിലൂടെ PSG-നെ കൃത്യമായിട്ട് പ്രതിരോധത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടി നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പം എന്താ പറയുക, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റ് റിസൾട്ട് തന്നെയാണ്. 3-2 PSG-ൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയി ജയിക്കുക എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് റിസൾട്ട് തന്നെയാണ്, നോ ഡൗട്ട്. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള മറ്റൊരു സംഗതി, അടുത്ത ലെഗിലേക്ക് വരുന്ന സമയത്ത് ക്രിസ്ത്യൻസൻ ഉണ്ടാവില്ല. അത് ഒരു ബിഗ് ഇഷ്യൂ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ നമ്മൾ ഡിയോങ്ങിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചാലും നമുക്ക് മാച്ചിൽ ഒരു ഘട്ടത്തിൽ ക്രിസ്ത്യൻസൻ ആവശ്യം വരും. ഓക്കെ, പിന്നെ വേറൊരു പ്രശ്നം, റോബർട്ടോ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ റോബർട്ടോ നമുക്കറിയാം പലപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടൊക്കെ ആയിട്ട് വന്നിട്ട് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. പിന്നെ നമുക്ക് മാച്ചിൽ ഏതെങ്കിലും ഒരു അർജൻറ്റ് സിറ്റുവേഷനിൽ ആ ഒരു ഹാഫ് സ്പേസിലേക്ക് കയറിയിട്ട് നല്ല ക്വാളിറ്റി ക്രോസൊക്കെ നമുക്ക് റോബർട്ടോൻ്റെ അടുത്ത് നിന്ന് കിട്ടും, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ അതൊക്കെ എന്തായാലും നെക്സ്റ്റ് മാച്ചിൽ മിസ്സിങ് ആയിരിക്കും. നമുക്ക് നോക്കാം ക്സാവി അതെങ്ങനെ മാനേജ് ചെയ്യുന്നു. എനിവേ ക്സാവി നല്ലൊരു ജോബാണ് PSG-ൻ്റെ ഹോം ഗ്രൗണ്ടിൽ പോയിട്ട് ഇന്നലെ ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടാക്റ്റിക്കൽ വിക്ടറി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് കൊണ്ട് കാണാം. താങ്ക് യു.